ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ തിരക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് നമുക്ക് പെട്ടെന്ന് ജോലികൾ തീർത്തെന്നാൽ സാധാ ചെയ്യുന്ന ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് കുറച്ച് ക്ലീനിങ്ങും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് എണീറ്റ് പോകുന്നതാണ് കേട്ടോ ഒന്ന് രാവിലെ. അപ്പോൾ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സാവധാനമാണ് കിച്ചണിക്ക് വന്നിരുന്നത്. അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതൊക്കെയാണ് കേട്ടോ ആക്കണത്. അപ്പോൾ തലേ ദിവസത്തെ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച്, വല്ലാതെ വിശക്കണവർക്ക് അത് കൊടുക്കുകയും ചെയ്യാം. രാവിലെ തന്നെ ബിരിയാണി കഴിക്കാൻ എല്ലാവർക്കും മടിയേക്കാരം. അപ്പോൾ രാവിലെ ചായ എടുക്കണവർക്ക് പഴം മുട്ടയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചായ എടുക്കാമെന്ന് കരുതിയാണ്ട് പഴം പുഴുങ്ങാൻ വെച്ചിട്ടോ. പിന്നെ നമ്മളെ ഈ ഒരു ഇഡലി പാത്രത്തിൽ പഴം പുഴുങ്ങാനും മുട്ട പുഴുങ്ങാനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പുഴുങ്ങേണ്ട ആവശ്യമില്ല, ഒക്കെ ഒറ്റ ട്രിപ്പിൽ തന്നെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ച് അതിൽ ആദ്യം മുട്ട ഇട്ട് കൊടുത്തിനി, പിന്നെ അതിൻ്റെ മേലെ ഈ ഹോൾസുള്ള പാത്രം വെച്ചാണ്ട് അതിൽ പഴം പുഴുങ്ങാനും വെച്ചു. പഴം പിന്നെ പെട്ടെന്നാവുമല്ലോ, മുട്ട കുറച്ച് നേരം കൂടെ അതിൽ കിടക്കട്ടെ എന്ന് കരുതിട്ടോ. പിന്നെ ബിരിയാണി ഉണ്ടായിനി ചൂടാക്കാൻ, അപ്പോൾ അതും പഴം പുഴുങ്ങിയത് എടുത്തിട്ട് ആ ഒരു തട്ടുക്ക് ബിരിയാണി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ അതിലേക്കുള്ള മസാല അതിൻ്റെ മേലെ കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു വെടിക്ക് 3 പശി അറിയുന്ന പോലെയാണ് കേട്ടോ. 2 പശിയൊന്നുമല്ല, 3 പശിയാണ്. 3 സാധനം ചൂടായില്ലേ, മുട്ട പുഴുങ്ങിയതും അതേപോലെ തന്നെ പഴം പുഴുങ്ങിയതും ബിരിയാണിയും ചൂടായി കിട്ടി. ബിരിയാണി ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കുക്കറിൽ ചൂടാക്കൽ കേട്ടോ. കുക്കറിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കും, എന്നിട്ട് അതിക്ക് ബിരിയാണി ഇട്ട് കൊടുത്തിട്ട് സിമ്മിൽ ഇട്ട് വെക്കും. എന്നിട്ട് പിന്നെ അങ്ങനെ ആ ചീയറിന സൗണ്ട് വരുമല്ലോ, ആ സൗണ്ട് വരുമ്പോൾ അങ്ങോട്ട് ഓഫാക്കി ഇടും. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഏതായാലും ആ പാത്രം കഴുകാനായില്ല, അപ്പോൾ അതിൽ തന്നെ അങ്ങനെ ചൂടാക്കാൻ കരുതി. അങ്ങനെ അതൊക്കെ ചൂടാക്കാൻ വെച്ച് പിന്നെ ഇതൊക്കെ നല്ല വൈകുന്നേരം എടുത്ത ജോലികളാട്ടോ. നമ്മളെ പുറത്തത്തെ അടുപ്പത്ത് കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അടുപ്പൊക്കെ തുടച്ചാണ്ട് അടുപ്പുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ടേനി. ഇത് കുറച്ച് ഹൈറ്റ് ഉള്ളതല്ലേ, ഇവിടേക്ക് പട്ടികളൊന്നും കയറും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഉണ്ടാവലില്ല. അപ്പം അതിൻ്റെ മേലേക്ക് തന്നെ ഞാൻ അങ്ങനെ കമിഴ്ത്തി വെച്ചിനി രാത്രിയിൽ. അപ്പോൾ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇപ്പം. പിന്നെ ഈ അടുപ്പിൻ്റെ താഴെ ഞാൻ ഒരു നല്ല ഷീറ്റൊക്കെ വിരിച്ചാണ്ട് അയിമലാണ് കേട്ടോ അതൊക്കെ കമിഴ്ത്തി വെച്ചിരുന്നത്. ഇല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് കൂടെ തന്നെ അങ്ങനെ കമിഴ്ത്തി വെക്കലാണ്. അപ്പം ഇപ്പോൾ അടിഭാഗം ഞാൻ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അവിടെ വെച്ചപ്പോൾ തന്നെ ബാബു പറഞ്ഞാണ് ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കുമ്പം, കാരണം ഇവിടെ അങ്ങനെ അടച്ചുറപ്പൊന്നും ഇല്ലല്ലോ, ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പിന്നെ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ നിങ്ങളും പറയുന്നോട് ഞാൻ ഈ അടുപ്പിൻ്റെ താഴെന്ന് ഇങ്ങനെ വിറകൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കൊണ്ടിട്ടോ ശ്രദ്ധിച്ചുകൊണ്ടിട്ടോ എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ പറയാൻ പറ്റൂല, ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റൂല. നമ്മളിവിടെ അല്ലെങ്കിൽ തന്നെ ഒരു പാമ്പിൻ്റെ ഏരിയ ആണ്, ഇടയ്ക്ക് ഞാൻ കാണലുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ തൊടിയിലല്ല, ആദ്യമൊക്കെ തൊടിയിലും കണ്ടിനി, ഇപ്പം അങ്ങനെ നമ്മളെ തൊടിക്ക് അങ്ങോട്ട് ഉണ്ടാവലില്ല. അപ്പുറത്തെ തൊടിയിലും പിന്നെ ഈ തോട്ടിലൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. തോട്ടിലൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടാകുമ്പോഴേ വെള്ളം കുടിക്കാനൊക്കെ വരുന്നത് ഇക്കാരം. അപ്പം എന്തായാലും പടച്ചോൻ കാക്കട്ടെ. ഈ തണുപ്പൊക്കെ നോക്കി വരും, ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആകുമ്പോഴേ. അപ്പോൾ ഞാനിത് എന്തായാലും അടുപ്പ് കത്തിച്ചാണ്. അപ്പം നീ ചോറ് അടുപ്പത്ത് വെക്കാമെന്ന് കരുതി മണ്ണിൻ്റെ കലത്തിൽ തന്നെയാണ് കേട്ടോ ഒന്ന് ചോറ് വെക്കണത്. അപ്പോൾ അടുപ്പ് പെയിൻ്റൊക്കെ അടിച്ചിട്ടേ ഫസ്റ്റ് തീ വിട്ടാണ് ഇപ്പോൾ. ഇപ്പോൾ 2-3 ദിവസമായില്ലേ, 2-3-4 ദിവസമായി അടുപ്പ് കത്തിച്ചിട്ട്. അപ്പോൾ അടുപ്പത്ത് തീയൊക്കെ കത്തിച്ച് ഇന്നൊരു നല്ലൊരു ഉന്മേഷം കേട്ടോ അടുപ്പ് കത്തിക്കാനൊക്കെ. കാരണം നല്ല ഇങ്ങനെ നീറ്റായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, ഒരു മനസ്സിനൊരു കുളിർമയല്ലേ, അങ്ങനെ ഒരു കുളിർമ ഉണ്ട് കേട്ടെന്ന്. നല്ല വൃത്തിയിൽ ഇങ്ങനെ കാണുമ്പോഴേ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പം അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് അടുപ്പ് നല്ലോണം കത്തണമുണ്ട് കേട്ടോ, നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് വന്നപ്പോഴത്തേന് നമ്മളെ ബിരിയാണിയൊക്കെ ചൂടായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇങ്ങനെ ബിരിയാണി ചൂടാക്കിയാലേ നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാറ് കേട്ടോ, ഒരു പഴയ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഞാനത് ഇന്നലത്തെ ബാക്കിയാണ്, ഇതിൻ്റെ തലേ ദിവസത്തെ ബാക്കിയാണ്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേനി കേട്ടോ. അപ്പം അങ്ങനെ ചൂടാക്കി എടുത്തപ്പം അല്ലെങ്കിലും തലേ ദിവസത്തെ ബിരിയാണി പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് എടുത്താണ്ട് ഞാനിത് കുക്കർക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചൂടാറും. അപ്പോൾ കുക്കറിൽ ഇട്ടാണ്ട് അടച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്നാണ് ചൂടാറൊന്നുമില്ല. അപ്പം മഞ്ജുമോൾക്ക് ചോറ് വേണം പറഞ്ഞപ്പോൾ ഓൾക്കുള്ള ചോറ് വിളമ്പി കൊടുക്കട്ടെ ഞാൻ. ഞങ്ങളൊക്കെ പിന്നെ പഴവും അതേപോലെ തന്നെ മുട്ടയൊക്കെ കൂട്ടിയിട്ടാണ് ചായയൊക്കെ കുടിച്ചത്. ഓൾക്ക് ബിരിയാണി വേണം പറഞ്ഞപ്പോൾ ബിരിയാണി വിളമ്പി കൊടുത്തു. അപ്പം ഇനി ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് നമ്മളെ ക്ലീനിങ്ങിന് നിൽക്കുക. നിങ്ങളെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞൊക്കെ ഫ്രീ ആയിട്ടിരിക്കുകയാരല്ലേ. എൻ്റെതും ഇനി ഇന്നും കൂടി ഉള്ളൂ കേട്ടോ. കുറച്ചും കൂടെ ഉള്ളൂ കിച്ചണിൽ
കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ റമദാൻ ക്ലീനിങ് കഴിഞ്ഞെന്ന് പറയാം. അപ്പോൾ ഷുഗറിന് നല്ലതല്ല പഴം പുഴുങ്ങിയതൊന്നും. എന്നാലും ഞാൻ ഒരു കഷ്ണം പഴമൊക്കെ എടുത്ത് ഒരു മുട്ടയൊക്കെ കൂട്ടിയാണ്ട് ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ വിശക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഓട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കാം. അപ്പം എന്താ ഞാൻ ചായയൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ ബാവു മീൻ കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പോൾ ഇന്ന് ഇതാ കുറച്ച് അയിലയും കൊണ്ടുവന്നാണ്, മത്തിയും കൊണ്ടുവന്നിക്കണം. അപ്പം എന്നോട് അയില കറി വെക്കാനും പറഞ്ഞ് മത്തി പൊരിക്കാനും പറഞ്ഞാണ്ട് കൊണ്ടുവന്നാ കേട്ടോ. ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആവാനായില്ലേ, നോമ്പ് ആകുമ്പോൾ പിന്നെ അങ്ങനെ മീൻ വല്ലാതെ കൊണ്ടുവരലില്ല. എപ്പോഴേലൊക്കെ എനിക്കിങ്ങനെ പൂതിയാകുമ്പോൾ പെലച്ചക്ക് ചോറിന് കൂട്ടാനൊക്കെ കൊണ്ടുവരലുണ്ട്. ഇപ്പം ഞാനിപ്പോൾ അധികം ചോറ് കഴിക്കാത്തതുകൊണ്ട് ഇവിടെ അരിക്ക് വലിയ ചിലവില്ല കേട്ടോ. മറ്റേത് ഞാനാണ് ചോറ് കൂടുതൽ കഴിക്കൽ, അതുകൊണ്ട് ചോറ് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാനിതാ മീനൊക്കെ ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ അയില മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ചട്ടിയൊക്കെ ഇട്ടപ്പോഴാണ് നമുക്ക് ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മീൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി നെയ്ച്ചോറ് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇരുത്തിട്ടേന്. അപ്പോൾ അയലമീൻ ഞാൻ കൊണ്ടുപോയിട്ട് ഒരു ബോക്സിലാക്കിയാണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാവുവിൻ്റെ പൂതിക്ക് മത്തി അങ്ങനെ ബാവുവിന് പൊരിച്ചു കൊടുക്കാമെന്ന് കരുതിട്ടോ. എനിക്കും മത്തിക്കാണ് പൂതി. കുറേ ദിവസമായിക്കണം മത്തി മീൻ കഴിച്ചിട്ട്. അപ്പോൾ ഇത് നല്ല വലിയ മത്തി കേട്ടോ, നല്ല നെയ്യൊക്കെ ഉള്ള മത്തിയാണ്. പിന്നെ ചിക്കനും ഉണ്ടല്ലോ. അപ്പോൾ ചിക്കൻ കറി നെയ്ച്ചോറും ഗസ്റ്റിനും കൊടുക്കുക. അമ്മക്ക് എനിക്കും കുട്ടികൾക്കും അതാക്കാന്ന് കരുതി ഞങ്ങൾക്ക് മത്തി പൊരിച്ചതും ചോറും ആക്കാരുത് കേട്ടോ. ഞാൻ ചോറിന് അരിയൊക്കെ ഇട്ടും ചെയ്തില്ലേ, ചോറിന് അരി അതിൻ്റെ അടിയിൽ ഇട്ടീന് കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്താ കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ ഒറ്റ ഒരു ഇതാക്കിയാൽ മതി. നെയ്ച്ചോറിന് ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഈ നെയ്ച്ചോറും ബിരിയാണി തന്നെ ആയിട്ട് സാദാ ചോറിനാണ് ഇപ്പോൾ എല്ലാവർക്കും പൂതി. അപ്പോൾ ചിക്കൻ കഴുകിയൊക്കെ ആദ്യം ചിക്കൻ കറി റെഡിയാക്കാമെന്ന് കരുതി. പിന്നെ മീൻ നന്നാക്കി മീൻ പൊരിക്കാനല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ചു. അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിന്. ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതോടെ കടന്നിട്ട് വേവട്ടെ. അപ്പോഴത്തേന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സവാളയൊക്കെ തൊലി കളഞ്ഞൊക്കെ റെഡിയാക്കണമല്ലോ. പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് നിന്ന് പിന്നെ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് ഒരു ചക്ക കഷ്ണവും കിട്ടീനി കേട്ടോ. അപ്പോൾ ചക്ക കൂട്ടാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ആദ്യം. പിന്നെ ഞാൻ വിചാരിച്ച ഞാൻ ഒന്ന് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് കരുതിയിട്ട്. ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് ചക്ക കൂട്ടാൻ. പിന്നെ ഉമ്മാക്ക് എന്താ സുഖം ചോദിച്ചിനി. ഞാൻ ഉമ്മാക്ക് സുഖമല്ല പറഞ്ഞിനി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിനി കേട്ടോ ചില കൂട്ടുകാരൊക്കെ. അപ്പോൾ ഉമ്മാക്ക് തൈറോയിഡ് കൂടിയൊക്കെയാണ് തോന്നുന്നുണ്ട്. നല്ല ക്ഷീണമായിട്ട് നാത്തൂന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ അതിൽ തൈറോയിഡ് കൂടുതലാണ്, അതേപോലെ ബ്ലഡ് കുറവാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമ്മാനെ കണ്ടിട്ടും കുറേ ദിവസമായിക്കണം. മറ്റേത് ഇടയ്ക്ക് ഒന്ന് പോയി നോക്കി പോരും. ഇപ്പോൾ കുറേ ദിവസമായിക്കണം പോയിട്ടും. അപ്പം ഇനി അമ്മാൻ്റെ അടുത്തേക്ക് ഒന്ന് പോകും വേണം ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ അതാ വേഗം നമ്മൾ ചിക്കനിൽ മസാല തേച്ച് വെക്കുന്നുണ്ട്. അതിന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് കോൺഫ്ലവറും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും നാരങ്ങ നീരൊക്കെ ചേർത്ത് മസാലപ്പൊടികളൊക്കെ ചേർത്താണ് അതവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതാ ചോറ് വന്നിട്ടുണ്ട്. ചോറ് റേഷൻ കടയിൽ തരിയായതുകൊണ്ടേ പെട്ടെന്ന് വേവും. പിന്നെ ആ അടുപ്പത്ത് തന്നെ കറി ഉണ്ടാക്കാൻ കരുതിട്ടോ, ചിക്കൻ കറി. നമ്മളെ കടായി അടുപ്പത്ത് വെച്ചാണ്. ഈ കടായി കുറേ കൂട്ടുകാർ ചോദിച്ചിന്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില കൂട്ടുകാരൊക്കെ ഓർഡർ ചെയ്തിരിക്കണം. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് മെയിൽ വരും. 800 രൂപയാണ് തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ പ്രൈസ്. ആ ലിങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേറ്റ് മാറിയും മറിഞ്ഞൊക്കെ നിൽക്കും. ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ കറക്റ്റായിട്ട് അങ്ങോട്ട് പറയാത്തത് കേട്ടോ റേറ്റ്. പിന്നെ ഇതങ്ങനെ വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ സെൻറ്റിമീറ്റർ എത്രയെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ആ ഇത് വന്ന ബോക്സുമ്മൽ ഉണ്ടാവും. ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരണം. അല്ലെങ്കിൽ ആ ലിങ്കിൽ കയറിയാൽ മതി. ലിങ്കിൽ കയറിയാൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നല്ല വലിപ്പം പറയാനൊന്നുമില്ല കേട്ടോ. ഒരു പാകത്തെ വലിപ്പത്തിനുള്ള ചട്ടിയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സവാളയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ എന്താ ചിക്കൻ ഫ്രൈ ചെയ്താകുമ്പോഴത്തേന് നമുക്ക് വേഗം സവാള വഴറ്റി കറി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഗസ്റ്റ് 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തും. അപ്പോഴത്തേന് ഫുഡ് ഉണ്ടാക്കി കിച്ചണിൽ കയറണം. അപ്പോൾ ഗസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ചിഞ്ചുമോളെ ഫ്രണ്ടാണ് കേട്ടോ. ഓളും ഓളാങ്ങളെ കുട്ടിയാണ് വരുന്നത്. അപ്പോൾ എന്താ വേറെ ഗസ്റ്റ് ഒന്നും അല്ല, എന്നാലും നമ്മൾ സൽക്കരിക്കണ്ടല്ലേ. അപ്പോൾ എന്താ ഞാൻ വേഗം ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് അതിൻ്റെ ഇടയിൽ സവാളയൊക്കെ കട്ട് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ തൊലി കളഞ്ഞൊക്കെ വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നെയ്ച്ചോറ് കുക്കറിലും വെക്കാമെന്ന് കരുതി. പിന്നെ ആദ്യം ഞാൻ മന്തി ഉണ്ടാക്കിയല്ലോ കരുതി. പിന്നെ പെട്ടെന്നൊക്കെ വരുന്ന ഗസ്റ്റുകളൊക്കെ ആകുമ്പം ഇങ്ങനെ വീട്ടിലുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കാരണം ഉണ്ടാക്കുക അല്ലേ. ഇപ്പോൾ കടയിൽ പോകാൻ ആരുമില്ല. ബാവു ആണെങ്കിൽ ബാവുവിൻ്റെ കടയിൽ
എന്താ പണിക്കാരുണ്ട്, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഉദ്ഘാടനം ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര പണിയിലാണ്. അപ്പം ഇനിയിപ്പോൾ അവിടുന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ വേഗം എന്താ ഉള്ളതുകൊണ്ട് ഉഷാറാക്കി കൊടുക്കാമെന്ന് കരുതിട്ടോ. അങ്ങനെ ചിക്കൻ കറി അടുപ്പത്തായി. പിന്നെ ഇതാ നമ്മളെ മത്തി ഞാൻ അതിൻ്റെ ഇടയിൽ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഉപ്പും മുളകൊക്കെ തേച്ച് മസാലയൊക്കെ തേച്ച് വെക്കട്ടെ. നല്ല വലിയ മത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് മുളക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബാവുന് മുളക് ഇടണ്ട, പൊരിച്ചാൽ മതി പറഞ്ഞാണ്. എനിക്കാണെങ്കിൽ മുളക് ഇടുന്നതാണ് ഇഷ്ടം. എന്നാൽ പിന്നെ എനിക്ക് രണ്ടെണ്ണം എടുത്ത് അങ്ങനെ ഇട്ടാൽ മതി. അത് ഞാൻ ചെയ്യൂല. നമുക്ക് എന്താ ഒരാൾക്ക് ഒറ്റക്കാവുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ മടിയല്ലേ, പ്രത്യേകിച്ച് ഞമ്മക്കാവുമ്പോൾ. അപ്പോൾ അതാ മീൻ മസാല തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം മസാലയൊക്കെ ഇട്ടാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ നാരങ്ങനീരും എല്ലാം അത്യാവശ്യം ഇട്ട് കൊടുത്തുന്നു കേട്ടോ. കുറച്ച് നല്ലോണം മസാലയോട് കൂടിയിട്ടുള്ള ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ നെയ്ച്ചോറ് കുക്കറിൽ ഉണ്ടാക്കിനി, അത് സെറ്റായി. അതേപോലെ നമ്മളെ ചിക്കൻ കറി ആയി. അപ്പോഴത്തേന് ഒക്കെ ഇതാ പറഞ്ഞപ്പോഴത്തേന് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി നല്ല കുറുകിയ ചിക്കൻ കറിയാണ്. ഇനിയിപ്പോൾ ഇതിക്ക് ഉപ്പേരി വെക്കാനൊന്നുമില്ല. ഇനി പിന്നെ ഞാൻ തൈര് ഉണ്ടാക്കി, അതേപോലെ തന്നെ പപ്പടവും പൊരിച്ചു. പിന്നെ അടുപ്പ് കൊഴിഞ്ഞെടുക്കുകയാണ്. അടുപ്പിൽ കനലും ഉണ്ട് നല്ല. അപ്പോൾ ഞാൻ നമ്മൾ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് മീൻ ഇവിടെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഫ്രൈ പാനും അതേപോലെ തന്നെ ഇൻഡസ് വാലിത്തെ ഫ്രൈ പാനാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യൽ തുടങ്ങിയിട്ട് ഒരു 2-2.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താ ഇപ്പോഴും ഇത് പുതിയ ചട്ടി പോലെയാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി പോലെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കറുത്ത കളറായിട്ട് നല്ലോണം മയങ്ങിയിട്ടാണ് കേട്ടോ അത്. പിന്നെ എന്തായാലും നമ്മൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴേ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകിയിട്ട് വെള്ളത്തോട് കൂടിയിട്ട് വെക്കരുത്. വെള്ളത്തോട് കൂടിയിട്ട് വെള്ളത്തിൻ്റെ നനവ് കുറച്ചുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നമുക്ക് ഒരു എന്തോ പോലെ തോന്നും, അറപ്പ് പോലെ തോന്നും. അങ്ങനെ തന്നെ പറയാം. നിറച്ച് ഇരുമ്പിൻ്റെ ഇതേക്കാരം കേട്ടോ, ഒരു ജാതി കളറും ഏക്കാരം. അപ്പോൾ നമുക്കത് അടുപ്പത്ത് വെക്കാൻ തോന്നൂല. പക്ഷെ അത് കമ്പിച്ചണ്ടി ഇട്ട് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ വീണ്ടും റെഡി ആവും. എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു എന്തോ പോലെയാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യൽ വെച്ചാൽ, ഇത് എൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കഴുകി, ചിലപ്പോൾ അടുപ്പ് ചൂടുണ്ടെങ്കിൽ ആ ചൂടുള്ള അടുപ്പത്ത് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് ഡ്രൈ ആവും. എന്നിട്ട് കമിഴ്ത്തി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് വെക്കണം, തുറന്ന് വെച്ചാലേ വെള്ളം വറ്റുള്ളൂ. അപ്പോൾ മീനൊക്കെ കണ്ടങ്ങൾ എളുപ്പം ഫ്രൈ ആയി കിട്ടും, നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട്. അങ്ങനെ മീനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ ഒന്ന് മുരിഞ്ഞ് വരാണ്ട്. അപ്പോൾ അത് അടുപ്പത്തവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഗസ്റ്റൊക്കെ വന്നിനി, അപ്പോൾ അവർക്ക് സ്ക്വാഷൊക്കെ കലക്കി കൊടുത്തിനും കുട്ടികൾ. അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഓരോ വീഡിയോയിൽ കാണിച്ചിട്ടുമില്ല. അങ്ങനെ ഫുഡ് കൊടുക്കാനൊക്കെ ആയപ്പോൾ ഞാൻ അതാ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. മേലത്തെ ടേബിളിൽ കുട്ടികൾ കൊണ്ടുപോയി വെച്ച് ഞാൻ വിളമ്പി കൊടുത്തു. അങ്ങനെ ഓർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാനും ബാബും ഫുഡ് കഴിച്ചു. ഞങ്ങൾ പിന്നെ മത്തിമീനും കൂട്ടിയിട്ടാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. മത്തിമീനും സാദാ ചോറുമാണ് കഴിച്ചത്. പിന്നെ മോര് കാച്ചിയതുണ്ടേനും, അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളും കഴിച്ചു. പിന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ക്ലീനിങ്ങിനൊക്കെ നിന്നത്. അപ്പോൾ താഴെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു റൂമുണ്ടല്ലോ, ആ ഒരു റൂമിലുള്ള കർട്ടനൊക്കെ കഴുകിയിടാണ്ടേനി. അതേപോലെ ജനലിൻ്റെ കമ്പിയൊന്നും തുടച്ചിട്ടില്ലേനി, അതൊക്കെ തുടക്കാനൊക്കെ ഉണ്ടായിനി. അപ്പോൾ അങ്ങനെയുള്ള പണികൾക്കൊക്കെ നിന്ന് ഞാൻ. പിന്നെ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നോമ്പ് പണിയൊക്കെ കുറച്ച് ലാസ്റ്റിക്ക് വന്നത്. മറ്റേത് ബറാത്തൊക്കെ കഴിഞ്ഞാൽ അപ്പം ഞാൻ നോമ്പ് പണി എടുക്കൽ തുടങ്ങും. 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ പണികളും തീരലുണ്ട്. ഇപ്രാവശ്യം ഒക്കെ ബാക്കിക്കായി. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ വീഡിയോ ഇപ്പോൾ ചൊവ്വാഴ്ചയല്ലേ വരിക, ചൊവ്വാഴ്ചയൊക്കെ ആയപ്പോഴത്തേന് പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒക്കെ അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉള്ളൂ. ഈ ഒരു റൂമാണ് കേട്ടോ ഒന്ന് അടുത്തത്. അപ്പോൾ അതിൻ്റെ ആ ചുമര് കണ്ടോ, ചുമരിൻ്റെ അവിടെ എന്തോ ഒരു പൂലുള്ള പോലെയാണ് കേട്ടോ അവിടെ. ശരിക്കും കോൺക്രീറ്റ് ചുമരാണ്, എന്താണ് അങ്ങനെ വരുന്നത് എന്ന് എനിക്കറിയില്ല. ഒരു വേറെ കളറാണ്. പക്ഷേ അവിടെ ഒന്നും കുട്ടികളെന്തെങ്കിലും ചുമരുമ കൊണ്ടുപോയി തേക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എന്താ അറിയില്ല, ഒരു വൃത്തികെട്ട കളർ പോലെയാണ് അവിടെ. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ക്ലീനാക്കി. പിന്നെ നമ്മളെ ഫ്രിഡ്ജിൽ അങ്ങനെ കുറേ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം ഇനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ. അതിൽ വെക്കണ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെന്താ കർട്ടണും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അലക്കിയിട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഉണങ്ങാനായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമുക്ക് റമദാൻ കിറ്റ് കിട്ടിയിട്ടുണ്ടേന് കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മളെ മുണ്ടോടം ഫാമിലിയിൽ നിന്ന് കിട്ടിയതാണ്. മുണ്ടോടം ഫാമിലി പറഞ്ഞാൽ നമ്മളെ ബാബുവിൻ്റെ ഒക്കെ ഫാമിലിയാണ് കേട്ടോ മുണ്ടോടം ഫാമിലി. അപ്പോൾ എല്ലാ വർഷവും കിട്ടലുണ്ട് നമുക്ക് കിറ്റ്. അപ്പോൾ അതേപോലെ തന്നെ ഈ വർഷവും കിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കിറ്റ് കിട്ടലുണ്ടോ? അതേപോലെ റമദാൻ കിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടി കേട്ടോ. അപ്പോൾ നമുക്കും ഇതേപോലെ കിറ്റൊക്കെ കൊടുക്കാൻ കഴിയട്ടല്ലേ. ഞാൻ അതിനാണ് പഠിച്ചവനോട് പ്രാർത്ഥിക്കൽ.
അപ്പോൾ ഈ കിറ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മുണ്ടോണ ഫാമിലിയിൽ നിന്ന് കിട്ടിയതാണ്, നമ്മളെ ഫാമിലിയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്, എല്ലാ വർഷവും കിട്ടലുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ബിരിയാണി റൈസാണ് കേട്ടോ. അതേപോലെ ഒരു സേമിയ പാക്കറ്റ് ഉണ്ട്. ഇനി അടുത്തത് എന്താ നോക്കാം. അടുത്തത് ഓയിലാണ് കേട്ടോ. നമുക്ക് എന്താ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാം, ഓയിലുണ്ട്. ഇനി നമുക്ക് എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കണ്ടേ, സമൂസ, കട്ട്ലേറ്റ്, കാര്യമായിട്ട് അത് തന്നെയാണ് അധികം ഉണ്ടാക്കൽ, സമൂസയും കട്ട്ലേറ്റും ഒക്കെ തന്നെ. അപ്പോൾ അതാ പിന്നെ ഉള്ളത് ചായപ്പൊടി, അതേപോലെ തന്നെ പഞ്ചസാര ഉണ്ട്. ഇത് പഞ്ചസാര അല്ല കേട്ടോ, അത് ഉപ്പാണ്, പൊടി ഉപ്പ്. പിന്നെ പഞ്ചസാര ഉണ്ട്, റവ ഉണ്ട്. ഇത് റവയാണ്, ഇതും പഞ്ചസാര അല്ല, അടുത്തതാണ് പഞ്ചസാര കേട്ടോ. നമുക്ക് തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കണ്ടേ നോമ്പിന്, അപ്പോൾ അതിന് റവ ഉണ്ട്. അതേപോലെ തന്നെ മധുരത്തിന് പഞ്ചസാര ഉണ്ട്. പിന്നെ നമുക്ക് ചോറ് വെക്കണ അരിയില്ലേ, പിന്നെ ഉള്ളത് ചോറ് വെക്കണ അരിയാണ് കേട്ടോ. നല്ല വേവുള്ള നല്ല അരിയാണ്. പിന്നെ ഒരു കവറും കൂടെ ഉണ്ട് കേട്ടോ, അതിലും ഉണ്ട് കുറച്ച് സാധനങ്ങളും കൂടെ. എന്താ നമുക്ക് നോമ്പിന് സ്പെഷ്യലായിട്ട് വേണ്ടതാണ്. പത്തിരിയല്ലേ നമ്മൾ അധികം ഉണ്ടാക്കുക. അപ്പോൾ പത്തിരിക്ക് ഇതാ അരിപ്പൊടി ഉണ്ട്, അരിപ്പൊടിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. പിന്നെ ഈത്തപ്പഴമാണ് കേട്ടോ ആ ഒരു കവറിലുള്ളത്. ഞാനിപ്രാവശ്യം അരിയൊന്നും പൊടിച്ചിട്ടില്ല, അരിയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചാണ്, പൊടിച്ചിട്ടില്ല. അതേപോലെ മല്ലിയും മുളകും ഒക്കെ വില്ലെന്ന് അങ്ങനെ പൊടിച്ചത് വാങ്ങിയേക്കാം കേട്ടോ പ്രാവശ്യം. അപ്പോൾ കിറ്റ് കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ മുണ്ടോടം ഫാമിലിക്ക് ഒരുപാട് നന്ദി. അപ്പം ഇനി അടുത്ത പ്രാവശ്യം ഇതിലേറെ സാധനങ്ങൾ കൊടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിറ്റ് കിട്ടിയോ കിട്ടിയില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുകൊണ്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.